കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. ആണോ? നമുക്ക് നോക്കാം. ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. ആരുടെ? ഗോദാവരി ശബരി, ഗോദാവരി ശബരി അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്ന്. നമ്മൾ ആദ്യത്തെ സെഷനുകളിൽ കണ്ടതാണല്ലേ, ഈ പെനിൻസുലാർ റിവേഴ്സ് പഠിച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ട് അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ അവസാനം ഒരു ഡിസ്കഷനായിട്ട് ചെയ്തിട്ടാവും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിരുന്നതാണ്. സോ ആ ഒരു വാക്ക് പാലിക്കുവാണ്. നിങ്ങളിലേക്ക് എന്ത് വരുന്നു? ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇതാ കടന്നു വരാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മൾ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്ന ഏരിയാസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ടായി. കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ ചോദ്യങ്ങൾ ചെയ്തു പോയി. പക്ഷേ ചെയ്ത ചോദ്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ ചെയ്തു പോയതാണ്. അതല്ലാണ്ട് ഈ നദികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വളരെ ഡെപ്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ MCQസിനകത്ത് കണ്ടത്. എന്നാൽ നമ്മുടെ PYQസിൽ നാളിതുവരെ നടന്നിരിക്കുന്ന PSC പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടുകയാണ്. നമ്മൾ ആദ്യത്തെ സെഷനുകളിൽ കണ്ടതാണല്ലേ, ഈ പെനിൻസുലാർ റിവേഴ്സ് പഠിച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ട് അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ അവസാനം ഒരു ഡിസ്കഷനായിട്ട് ചെയ്തിട്ടാവും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിരുന്നതാണ്. സോ ആ ഒരു വാക്ക് പാലിക്കുവാണ്. നിങ്ങളിലേക്ക് എന്ത് വരുന്നു? ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇതാ കടന്നു വരാൻ പോവുകയാണ്. ഓക്കെ, സോ PSC ചോദിച്ചിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറുകൾ, അതിൽ പെനിൻസുലാർ റിവേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്ന്, ഭക്രാനങ്കൽ സത്ലജ്. ശരിയാണോ മക്കളെ? ഭക്രാനങ്കൽ സത്ലജ് നദിയിലാണോ? ഉപദ്വീപീയ നദിയല്ല, എന്നാലും ആണോ? അതെ. ഹിരാക്കുഡ് മഹാനദി. ഹിരാക്കുഡ് മഹാനദി എന്ന് പറയുന്നു. ശരിയാണോ? ഹിരാക്കുഡ് എന്ന പിന്നെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണോ? തീർച്ചയായിട്ടും മഹാനദിയിലാണ്. തെഹ്രി ഡാം കൃഷ്ണ നദിയിൽ നിന്നാണ് പറയുന്നത്. തെഹ്രി ഡാം വരുന്നത് ഭാഗീരഥിയിലാണ് അല്ലേ? ഭാഗീരഥി നദിയിലാണ് തെഹ്രി ഡാം വരിക, കൃഷ്ണ നദിയിലല്ല. അപ്പം 3 തെറ്റി. സർദാർ സരോവർ നർമ്മദയിലാണോ? തീർച്ചയായിട്ടും അതെ. സർദാർ സരോവർ ഗുജറാത്തിൽ നർമ്മദയിലാണ്. ശരിയാണ്. അപ്പം 3 ഒഴികെ ബാക്കി എല്ലാം ശരി തന്നെയാണ്. അപ്പോൾ ഉത്തരം അതുകൊണ്ടോ നോക്കാം നമുക്ക്. 3 തെറ്റ് ആയിട്ടുള്ള ഉത്തരം നോക്കിയാൽ മതി. 3 ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഇതില്ല 3 തെറ്റെന്ന് എനിക്ക് ഉറപ്പായെങ്കിൽ 3 ഇല്ലാത്തതന്നെ നോക്കിയാൽ മതി. ബാക്കി എല്ലാത്തിലും 3 ഉണ്ട്. 3 ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ C. അത്രയും എളുപ്പമാണ് ഇതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ. 3 തെറ്റാന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. അതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് അതിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്, കണ്ടോ? നമുക്ക് മാപ്പ് കാണാൻ പറ്റും തോന്നുന്നു. ദിസ് ഇസ് ഭാഗീരഥി. ഭാഗീരഥിയിൽ നിങ്ങൾക്ക് തെഹ്രി അണക്കെട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, ശരി. സത്ലജിൽ ഭക്രാനങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നർമ്മദ നദിയിൽ സർദാർ സരോവറും കാണാം. മഹാനദിയിൽ ഹിരാക്കുഡും കാണാം. ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കൂടി നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദ്യം. കാവേരി, മഹാനദി, കൃഷ്ണ, ഗോദാവരി. നിങ്ങൾ പറ, നിങ്ങൾക്കറിയാം. യെസ്, വെരി ഗുഡ്, ഗോദാവരി. ഓപ്ഷൻ D. 2024 ചോദിച്ച മറ്റൊരു ചോദ്യം, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? നർമ്മദ, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഇതും പറ, നിങ്ങൾക്കറിയാമല്ലോ. ഏത് തന്നെ? ഗോദാവരി തന്നെ. അടുത്ത ചോദ്യം, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഉപദ്വീപീയ നദി ഏത്? കണ്ടോ, ഇതേ ചോദ്യമാണ് ഇത്. 2024 ചോദ്യം, 2025 ചോദ്യം. ഏതാണ്? ഗോദാവരി. ശരിയല്ലേ? ഒരു സംശയവും വേണ്ട. മുന്നോട്ട് പോവാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി, മഹാനദി, കാവേരി, നർമ്മദ. ഗോദാവരി, മഹാനദി, കാവേരി, നർമ്മദ. നമുക്ക് പെനിൻസുലാർ ഇന്ത്യ എന്ന് തന്നെ കൺസിഡർ ചെയ്താൽ ഗോദാവരിയെ തന്നെ പറയാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നർമ്മദ നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി, അതിനെ കൂട്ടണ്ട നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് മഹാനദിയെ പറയാവുന്നതാണ്. ഓക്കെ, ഉപദ്വീപീയ നദി എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ ഗോദാവരി വരും.
കാരണം നമുക്കങ്ങനെ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷൻ ഒന്നും ഒഫീഷ്യലി വരുന്നില്ല. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് അങ്ങനൊരു പ്രത്യേകം വ്യത്യാസം വരാത്തതുകൊണ്ട് നമ്മൾ ഗോദാവരി തന്നെയാണ് അവിടെയും ശരി ഉത്തരമായിട്ട് കൊടുക്കാറ് കേട്ടോ. കാരണം ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നുണ്ട് അതിനെ. കണ്ടോ, ദക്ഷിണ ഗംഗ എന്ന് പറയുമ്പോൾ സൗത്ത് ഗംഗ എന്നാണ് അർത്ഥം. ദക്ഷിണ ഗംഗ എന്ന് പറഞ്ഞാൽ സൗത്ത് ഗംഗ എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു വിശേഷണം കൂടി ഗോദാവരിക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ദുൽഹസ്തി, ഹിമാചൽ പ്രദേശ്, ചെനാബ്. ദുൽഹസ്തി ഹിമാചൽ പ്രദേശിൽ ആണ്, ചെനാബ് നദിയിലാണെന്ന് പറയുന്നുണ്ട്. ചെനാബ് നദിയിലാണ് ശരിയാണ്, പക്ഷേ അത് ഹിമാചൽ പ്രദേശിലല്ല, പകരം ജമ്മു കശ്മീർ മേഖലയിലാണ്. അപ്പോൾ ആദ്യത്തേത് തെറ്റി. ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്താനാണ്, അതായത് ഒരെണ്ണം മാത്രമായിരിക്കും ഇതിൽ ശരിയായിട്ടുണ്ടാവുക കേട്ടോ. അടുത്ത ചോദ്യം അലമാട്ടി അണക്കെട്ടാണ്. അലമാട്ടി കർണാടക കൃഷ്ണ നദി എന്നാണ് പറയുന്നത്. അലമാട്ടി സ്ഥിതി ചെയ്യുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്ന് കൂടി പേരുണ്ട് കേട്ടോ. അലമാട്ടി ഡാം ഇസ് എ ഹൈഡ്രോ പവർ പ്രൊജക്ട് ഇൻ കൃഷ്ണ റിവർ, നോർത്ത് കർണാടക. അപ്പോൾ കർണാടകയിൽ കൃഷ്ണ നദിയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? അലമാട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് വ്യക്തമായി. അതായത് ഓപ്ഷൻ ബി ശരിയാണ്. ഉത്തരം കിട്ടി. സർദാർ സരോവർ രാജസ്ഥാൻ താപ്തി നദി എന്ന് പറയുന്നുണ്ട്, അല്ല. ഗുജറാത്ത് നർമ്മദയാണ് അല്ലേ. ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി എന്നും പറയുന്നുണ്ട്, അതും അല്ല എന്ന് മനസ്സിലാക്കാം. കൃഷ്ണ നദി, എവിടെ പോയി? കൃഷ്ണ നദി തന്നെയാണ് കേട്ടോ ശ്രീശൈലം വരിക, ഗോദാവരി അല്ല. അതുകൊണ്ട് അതും തെറ്റി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞു കാണും. അടുത്ത ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്ത് നിന്ന് ഉദ്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കാവേരിയാണോ, കൃഷ്ണയാണോ, ഗോദാവരിയാണോ, മഹാനദിയാണോ? ഏതാണ്? കൃഷ്ണ നദി. The Krishna is the second largest east flowing peninsula river which rises near the Mahabaleshwar in Sahyadri. അല്ലേ? നദി കൃഷ്ണ. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നയാൾ കാവേരി, മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നയാൾ കൃഷ്ണ. രണ്ടുപേരുടെയും സാമ്യത പഠിച്ചു വെക്കുക. മാറിപ്പോകാൻ സാധ്യതയുള്ള പേരായതുകൊണ്ടാണ് രണ്ടുപേരുടെയും സാമ്യത വ്യക്തമായി പഠിച്ചു വെക്കാൻ പറഞ്ഞത്. സാമ്യത അല്ലല്ലോ, വ്യത്യാസം കൃത്യമായി പഠിച്ചു വെക്കാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ദാമോദർ നദി അസമിൻ്റെ ദുഃഖം. ദാമോദർ നമ്മൾ സോർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുക, ബംഗാളിൻ്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുക കേട്ടോ, അസമിൻ്റെ ദുഃഖമല്ല. ഗോദാവരി നദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു, ശരിയാണ്. ബിനെ 2 കണക്ട് ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അപ്പോൾ ബാക്കി 2 പോയി. കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനദി എന്നറിയപ്പെടുന്നുണ്ട്, അതും ശരി തന്നെയാണ്. C3 വരണം. അപ്പോൾ C3 വരുന്ന ഉത്തരം ഓപ്ഷൻ ബി. ഉത്തരം കിട്ടി. കണ്ടോ, 2 നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നുണ്ട്, തീർച്ചയായിട്ടും ശരിയാണ്. ദാമോദർ അസാമിൻ്റെ ദുഃഖം എന്നവിടെ എഴുതിയിരിക്കുന്ന, ശരിക്കും ദാമോദറിനെ ബംഗാളിൻ്റെ ദുഃഖം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ബംഗാളിൻ്റെ ദുഃഖം എന്ന രീതിയിലാണ് നമ്മൾ ദാമോദറിനെ വിശേഷിപ്പിക്കുന്നത്. അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ആയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ബട്ട് എനിഹൗ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും അനുയോജ്യം ഓപ്ഷൻ ബി തന്നെയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് വേറൊന്നും നോക്കാനില്ല. ഓപ്ഷൻ ബി തന്നെ ആൻസറായി കൊടുക്കുക കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമാണല്ലോ. 2, 3, 1, 2, 3, 4 എന്ന രീതിയിൽ വരുന്നത് ബി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ് കേട്ടോ. ഗോദാവരി നദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്, കൊയ്ന മഹാരാഷ്ട്രയുടെ ജീവനാടി, ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന റിവറാണ് കൊയ്ന. കൊയ്ന റിവർ. ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ചുവന്ന നദിയാണ്. റെഡ് റിവർ ഓഫ് ഇന്ത്യ, ഇന്ത്യാസ് റെഡ് റിവർ, അല്ലെങ്കിൽ ദ റെഡ് റിവർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഈ 3 കറക്റ്റായിട്ട് മാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നിനെ നമുക്ക് അങ്ങനെ തന്നെ എടുക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഹിമാലയൻ നദി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഹിമാലയൻ നദി അല്ലാത്തത് അളകനന്ദ, രവി, യമുന, കൃഷ്ണ. ഏതാണ് ഹിമാലയൻ നദി അല്ലാത്തത്? കൃഷ്ണ. ശരിയല്ലേ? രവീനെ നിങ്ങൾക്ക് ഇവിടെ കാണാം, യമുനയെ ഇവിടെ കാണാം. അപ്പോൾ ഇത് 2, പിന്നെ അളകനന്ദ, ഭാഗീരഥി എന്നീ 2 നദികൾ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് അളകനന്ദ കേട്ടോ, ഇതാണ് അളകനന്ദ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇത് ഭാഗീരഥിയാണ്, താഴെ വരുന്നത് ഭാഗീരഥി അളകൻ തമ്മിൽ ഇവിടെ വെച്ച് കൂടിച്ചേർന്നു, പിന്നെ ഇവൻ ഗംഗയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവനാണ് അളകനന്ദ എന്ന റിവർ. അപ്പോൾ അളകനന്ദയായി
രവിയായി, യമുനയായി. ഇത് മൂന്നും വരുന്നത് ഈ ഹിമാലയൻ ഒറിജിനാണ്. ഇത് മൂന്നും ഹിമാലയൻ ഒറിജിൻ. അതിൽ പെടാത്ത ആളാരായുള്ളൂ? കൃഷ്ണയേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ കൃഷ്ണ ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ കൃഷ്ണ ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. നർമ്മദാ നദി ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. നർമ്മദാ നദി ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ആണോ? നോക്കാം. നർമ്മദാ നദി മൈക്കല റേഞ്ചസ് ഓഫ് ഛത്തീസ്ഗഡ്. അതെ. 2. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. ആണോ? നമുക്ക് നോക്കാം. ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതിയും. ആരുടെ? ഗോദാവരി, ശബരി. ഗോദാവരി, ശബരി അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്നിവ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. 2 തെറ്റാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടി. ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ഓപ്ഷൻ സി 1 and 3 is the right answer. ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ഞാൻ വായിക്കേണ്ട. 1ഉം 3ഉം ശരിയെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അല്ലെങ്കിലും 3 വായിച്ചാലും അത് ശരിയാണ്. ഉപദ്വീപിയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ് എന്ന് പറഞ്ഞാൽ ആരോടാണ് ഇവിടെ താരതമ്യം ചെയ്തേക്കുന്നേ? ഹിമാലയൻ റിവേഴ്സിനോട്. കമ്പയർഡ് ടു ദി ഹിമാലയൻ റിവേഴ്സ്. കമ്പയർഡ് ടു ഹിമാലയൻ റിവേഴ്സ്. കമ്പയർഡ് ടു ഹിമാലയൻ റിവേഴ്സ് പെനിൻസുലാർ റിവേഴ്സിന് എന്ത് കുറവാണ്? ഇറോഷണൽ കപ്പാസിറ്റി കുറവ് തന്നെയാണ്. അതിനകത്തെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് കൺഫ്യൂഷനൊന്നും വേണ്ട. ഓക്കെ, സോ ഓപ്ഷൻ സി 1 and 3 is the right answer. അടുത്ത ചോദ്യം, ചിൽക്ക തടാകം ഏത് നദി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു? ചിൽക്ക തടാകം എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ്. ഒഡീഷ എന്ന സംസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒഡീഷ എന്ന സംസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന, കടലിനോട് തീരപ്രദേശത്തോട് ചേർന്ന് കാണുന്നൊരു തടാകമാണ്. ഒഡീഷയിലൂടെ എത്തുന്ന നദി എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന നദി മഹാനദിയാണ്. മഹാനദി. അപ്പോൾ മഹാനദി ഡെൽറ്റ തീർച്ചയായിട്ടും ഉത്തരത്തിൽ വരണം. അപ്പം അതുകൊണ്ട് ഗോദാവരി കൃഷ്ണനെ എനിക്ക് അവോയ്ഡ് ചെയ്യാം, കൃഷ്ണ കാവേരി എന്നതും അവോയ്ഡ് ചെയ്യാം. അപ്പം ഗംഗാ മഹാനദി ഡെൽറ്റയാണോ മഹാനദി ഗോദാവരി ഡെൽറ്റയാണോ എന്നുള്ളതാണ് സംശയം. മഹാനദിക്ക് മുകളിലായിട്ട് വരുന്നത് ഗോദാവരി, അതും കഴിഞ്ഞ് വീണ്ടും ഫർദർ നോർത്തിൽ വരുന്നയാളാണ് ഗംഗ. അപ്പോൾ ഈ ഗംഗയ്ക്കും മഹാനദിക്കും ഇടയിൽ, ഇതാണ് മഹാനദി, മഹാനദിക്കും ഇടയിലായിരിക്കുമോ അതോ ഗോദാവരിക്കും മഹാനദിക്കും ഇടയിലായിരിക്കുമോ? സ്വാഭാവികമായിട്ടും ഗോദാവരിക്കും മഹാനദിക്കും ഇടയിലായിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ബിയും പോയി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ജോഗ്രഫി നമുക്കറിയണം, ഏത് സ്ഥലത്താണ് ആര് വരുന്നത് എന്നുള്ളത് നമുക്കറിയണം. അതിൽ നിന്നാണ് ഇത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. ഓക്കെ, അടുത്ത ചോദ്യം. The facts mentioned below are about a peninsular river system of India. Identify the correct one from the choices given below. എന്താണ് ചോദ്യം? ഈ തന്നിരിക്കുന്ന ചോയ്സുകൾ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ജി എസ് പ്രദീപ് ഒക്കെ ചെയ്യുന്ന പോലെ ക്ലൂ തരും, അതിൽ നിന്ന് ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി. ക്ലൂ തരുന്നുണ്ട്, നദി ആരാന്ന് നിങ്ങൾ പറയണം. ഇറ്റ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഈ ആദ്യത്തെ ക്ലൂ തന്നെ മതി നദി ആരെന്ന് കണ്ടുപിടിക്കാൻ. വേറൊരു ക്ലൂവും വേണ്ട. സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ സിസ്റ്റം ഇൻ ഇന്ത്യ കൃഷ്ണ റിവർ. ഓപ്ഷൻ ബി കൃഷ്ണ റിവർ. വേറെ ഒന്നും വായിക്കു പോലും വേണ്ടെന്നേ. ഉപദ്വീപ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരി, 2 കൃഷ്ണ നദിയാണ്. അപ്പം അത് തന്നെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൂ. അപ്പം അതറിഞ്ഞുകൂടാത്തവൻ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ജയിക്കേണ്ട എന്നാണ് PSCയുടെ ഒരു തീരുമാനം. അല്ല, അത്ര എളുപ്പമുള്ളൊരു ചോദ്യം. കാണുമ്പം വലിയ സംഭവമാണെന്നൊക്കെ തോന്നുന്നല്ലേ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ചോയ്സ്. തന്നിരിക്കുന്ന ചോയ്സ് വെച്ച് കറക്റ്റ് ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഈ തന്നിരിക്കുന്ന ഫാക്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആളെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ വിചാരിക്കുമെങ്കിലും തന്നിരിക്കുന്ന ക്ലൂ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. മഹാബലേശ്വറിനടുത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, കിടപ്പുണ്ട്. 1400 കിലോമീറ്റർ ദൈർഘ്യം. മേജർ ട്രിബ്യൂട്ടറീസ് ഭീമ, തുംഗഭദ്ര. അത് കണ്ടാലും പിടി കിട്ടും കൃഷ്ണയാണെന്ന്. ഭീമ, തുംഗഭദ്ര അല്ലേ. സോ ഇറ്റ്സ് വെരി ഈസിലി ഐഡൻറ്റിഫയബിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന്, ആദ്യത്തെ ഒരു 5 വലിയ നദികളെ അല്ലെങ്കിൽ 4 വലിയ നദികളെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ക്ലിയർ ആൻഡ് വെരി ഈസിലി ഐഡൻറ്റിഫയബിൾ. ഓക്കെ, മൂവിങ് ഓൺ. Yes, the Krishna is the second largest east flowing peninsular river which rises near Mahabaleshwar in Sahyadri and its total length is 1400 kilometers. Krishna river കേട്ടോ. റൈറ്റ്. അതുപോലെ ഭീമയും തുംഗഭദ്രയും അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണെന്നുള്ളത് ടേബിളിൽ നമ്മൾ കണ്ടതാണ്. NCERT ആണത്. NCERT. അടുത്ത ചോദ്യം. Which one of the following statement about Indian rivers is not true?
തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ നദികളെ പറ്റിയിട്ടുള്ളതാണ് ശരി അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ചെനാബ് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. ശരിയാണോ? സിന്ധു നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് ചെനാബ് എന്നാണ് പറയുന്നത്. ശരിയാണോ മക്കളെ? ശരിയാണ്. ആദ്യത്തത് ശരിയാണ്. ചോദ്യം തെറ്റ് കണ്ടുപിടിക്കാനാണ്, നോട്ട് ട്രൂ. അപ്പോൾ ആദ്യത്തത് വരത്തില്ല. ഓക്കെ, ശരി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ശരിയാണല്ലോ, തെറ്റല്ല. 2, ഗോദാവരി ഈസ് ദ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. ഇതിൽ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ് എന്ന് നമ്മൾ പലതവണയായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതും ശരിയാണ്, അതും വരത്തില്ല. 3, ദ കൃഷ്ണ റൈസസ് ഇൻ ദ ബ്രഹ്മഗിരി റേഞ്ച് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്. കൃഷ്ണാനദി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയാണ് എന്നാണ് കിടക്കുന്നത്. ആണോ? കൃഷ്ണാനദി എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മഹാബലേശ്വറിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് കാവേരിയാണ് ബ്രഹ്മഗിരി കുന്ന്. കാവേരിയാണ് ബ്രഹ്മഗിരി കുന്ന്. കൃഷ്ണ മഹാബലേശ്വറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. ഉത്തരം കിട്ടി ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ കിട്ടുന്നുണ്ടോ? ബാക്കിയൊക്കെ കറക്റ്റാണ്. സർദാർ സരോവർ ഡാം ബിൽഡ് ചെയ്തിരിക്കുന്ന നർമ്മദയിൽ തന്നെയാണ്. ഗുജറാത്ത് എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടും ആണ് താനും. അപ്പോൾ അതൊന്നും തെറ്റില്ല, അതൊക്കെ ശരി തന്നെയാണ്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ ഫോർ ദിസ്. ശരിയല്ലാത്തത് എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ശരിയല്ലാത്തത് ഓപ്ഷൻ സി. അങ്ങനെ നമ്മൾ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നു. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ശബരിയും ഇന്ദ്രാവതിയും മുന്നത്തെ ഒരു ചോദ്യത്തിലും പ്രത്യക്ഷപ്പെട്ടതാണ്. ആരുടെയാണ്? ഗോദാവരിയുടേതാണ് അല്ലേ? ഓപ്ഷൻ ബി ഗോദാവരി. അവിടെ തന്നിട്ടുണ്ട് ഓപ്ഷൻ ബി ഗോദാവരി. ഗോദാവരി എന്ന നദിയുടെ, ഉപദ്വീപി നദിയുടെ പോഷക നദികളാണ് ഈ 2 കൂട്ടരും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഗോദാവരി നാസിക് ഡിസ്ട്രിക്റ്റ് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. 1465 കിലോമീറ്റർ ദൈർഘ്യം, ബീയിങ് ദി ലോങ്സ്റ്റ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. ഇന്ദ്രാവതിയും ശബരിയും നമുക്ക് കാണാം. ഇന്ദ്രാവതി, ശബരി വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോദാവരിക്ക് ഇന്ദ്രാവതിയും ശബരി, ഗോദാവരി എന്ന് ഞാൻ പറയുന്നത്. 2ലും രീയിൽ അവസാനിക്കുന്നു. രീകാരമാണ് പറയുന്നത് അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് പഠിച്ചതാണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. എഗെയിൻ ഇത് നമ്മൾ ആദ്യം കണ്ടതിന് സമാനമായ ചോദ്യമാണ്. ഭക്രാനങ്കൽ, സത്ലജ് ശരി, ഹിരാക്കുഡ് മഹാനദി ശരി, തെഹ്രി ഡാം ഭാഗീരഥി എന്ന് പറഞ്ഞു. അതാണ് തെറ്റിയതെന്ന് പറഞ്ഞു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. വിച്ച് ഓൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 1, ദ ഹിമാലയൻ റിവേഴ്സ് ആർ യങ്, ആക്റ്റീവ് ആൻഡ് ഡീപ്പനിങ് ഇൻ വാലീസ്. ശരിയാണ്. ഹിമാലയൻ നദികൾ യങ് ആയിട്ടുള്ള നദികളാണ്. അവ ഇറോഷൻ നല്ലപോലെ ചെയ്യും. അതുപോലെ ഡീപ്പനിങ്, വാലികൾ, താഴ്വരകൾ ഡീപ്പൻ ചെയ്തുകൊണ്ട് ഒഴുകുന്നവന്മാരാണ്. ശരിയാണ്. 2, ദ പെനിൻസുലാർ റിവേഴ്സ് ആർ ഓൾഡ് വിത്ത് ഗ്രേഡഡ് പ്രൊഫൈൽ. അതും ശരിയാണ്. ഉപദ്വീപീയ നദികൾ ഹിമാലയൻ നദികളെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഓൾഡർ ആയിട്ടുള്ള നദികൾ തന്നെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ദ പെനിൻസുലാർ ഡ്രെയിനേജ് സിസ്റ്റം ഇസ് ഓൾഡർ ദാൻ ദി ഹിമാലയൻ വൺ. 3, ദ ഹിമാലയൻ റിവേഴ്സ് ആർ ആൻറ്റിസിഡൻറ്റ് ആൻഡ് ലീഡിങ് ടു ഡെൻഡ്രിറ്റിക് പാറ്റേൺസ് ഇൻ പ്ലെയിൻ. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഹിമാലയം അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിലവിലുള്ള, നമ്മൾ പറഞ്ഞാണ് ഇൻഡോ ബ്രഹ്മ റിവർ എന്നൊക്കെ പറയുന്ന നദിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഒഴുകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ ആൻറ്റിസിഡൻറ്റ് റിവർ. ആ ഭൂപ്രദേശം രൂപീകൃതമാകുന്നതിന് മുമ്പേ ഒഴുകി തുടങ്ങിയ നദിയാണ്. അതുകൊണ്ട് ആൻറ്റിസിഡൻറ്റ് റിവർ എന്ന് പറയാം. മാത്രവുമല്ല അവൻ ഡെൻഡ്രിറ്റിക് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് സമതലങ്ങളിലേക്കുള്ള ഒഴുകുന്ന സാഹചര്യത്തിൽ. സമതലങ്ങളിലൂടെ ഒഴുകുമ്പോൾ ഹിമാലയൻ നദികൾ എന്ത് ഫോം ചെയ്യാറുണ്ട്? ഡെൻഡ്രിറ്റിക് പാറ്റേൺ ഫോം ചെയ്യാറുണ്ട്. അതും ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ പെനിൻസുലാർ റിവേഴ്സ് ആർ ട്രെല്ലസ്, റേഡിയൽ ആൻഡ് റെക്ടാങ്കുലർ ഇൻ പാറ്റേൺ. യെസ്, പെനിൻസുലാർ റിവേഴ്സ് ട്രെല്ലസും റേഡിയലും റെക്ടാങ്കുലർ പാറ്റേൺസും കാണിക്കാറുണ്ട് എന്നുള്ളതും ശരി തന്നെയാണ്. അതുകൊണ്ടെല്ലാം ഇതിനകത്ത് ശരിയായി തന്നെ പരിഗണിക്കുവാൻ സാധിക്കും കേട്ടോ. എപ്പോഴും ഇത് മാത്രമാണ് കാണിക്കുന്നതെന്നല്ല, എന്നാലും ഇത് കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവനെയും നമുക്ക് ഒരു ശരി ഉത്തരമായി പരിഗണിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? The peninsular drainage system is older than the Himalayan one. This is evident from the broad, largely graded, shallow valleys. And നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫർദർ നോട്ട്സ് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാറ്റേൺസിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഈ പാറ്റേൺസിലേക്ക് പോകുന്നില്ല. ഐ ബി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനാണ്. നർമ്മദ ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കില റേഞ്ചസിലാണ്. അതേ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി അല്ല. ശബരി, ഗോദാവരി നമ്മൾ പറഞ്ഞതല്ല. അത് നമ്മൾ കണ്ട ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. 1ഉം 3ഉമാണ്
ഇവിടെ ശരി, അല്ലെങ്കിൽ തന്നെ 2 തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ ഇതെല്ലാം പോവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ശരിയാണ്, കറക്റ്റ്, നമ്മൾ കണ്ട ചോദ്യമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ എഴുതിയിരിക്കുന്നതാണ് ഹിമാലയൻ റിവേഴ്സ് ഇൻറ്റൻസീവായിട്ടുള്ള ഇറോഷനുണ്ട്, പെനിൻസുലർ റിവേഴ്സ് ഇറോഷൻ കുറവാണ്. നർമ്മദ മൈക്കല റേഞ്ചസ് ഛത്തീസ്ഗഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. പെൻഗംഗ, ഇന്ദ്രാവതി ആൻഡ് പ്രാണഹിത ആൻഡ് മഞ്ചീര ആർ ദി പ്രിൻസിപ്പൽ ട്രിബ്യൂട്ടറീസ്. ഗോദാവരി സബ്ജക്റ്റഡ് ടു ഹെവി ഫ്ലഡ്സ്. വേണ്ട, പറഞ്ഞ കാര്യമാണല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ആർ ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏത്? മഹാനദി കിഴക്കോട്ട് ഒഴുകുന്നുണ്ടോ? ഉണ്ട്. ഒഡീഷ എന്ന സംസ്ഥാനത്തിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചിൽക്ക നദി ഒക്കെ ഫോം ചെയ്ത് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിയുന്നത് നമ്മൾ പഠിച്ചു. നർമ്മദ കിഴക്കോട്ടാണോ? അല്ല, പടിഞ്ഞാറോട്ടാണ്. നർമ്മദയില്ല. ഗംഗ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്, തീർച്ചയായിട്ടും ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന്. താപ്തി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്, അതില്ല. അപ്പോൾ 2ഉം 4ഉം ഇല്ല, 2ഉം 4ഉം ഇല്ല, 2ഉം 4ഉം ഇല്ല, 2ഉം 4ഉം ഇല്ല. അപ്പോൾ 1ഉം 3ഉം ആണുള്ളത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1ഉം 3ഉം ശരി. മഹാനദി ആൻഡ് ഗംഗ, മഹാനദി ആൻഡ് ഗംഗ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്കിവിടെ കാണാം അല്ലേ. ഗംഗാനദി ഒറിജിനേറ്റ് ചെയ്ത് കണ്ടോ ഒഴുകി പോകുന്നത് കിഴക്കോട്ടേക്കാണ്, മഹാനദി കിഴക്കോട്ടേക്കാണ്, നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടേക്കാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, ഒഡീഷയിലെ കൊരാപ്പുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സ്വാഭാവികമായിട്ടും ഒഡീഷയിലെ ഒരു ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏറ്റവും കൂടുതൽ സാധ്യത ഏത് നദിയുടെ പോഷക നദി ആവാനാണ്? മഹാനദിയുടെ തന്നെ. അതുകൊണ്ട് ഓപ്ഷൻ എ മഹാനദിയാണ് ഇവിടെ ശരി ഉത്തരം. ഗോദാവരിയും ലൂണിയും കാവേരി ഒന്നുമല്ല. കാവേരി ലൂണിയൊന്നും എന്തായാലും വരത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ടെൽ 295 കിലോമീറ്റർ വരുന്നത് മഹാനദിയുടെ ബേസിനിൽ ഭാഗമാകുന്നുണ്ട്. കണ്ടോ, മഹാനദിയുടെ ബേസിനിൽ ഭാഗമാകുന്നുണ്ട്. അടുത്ത ചോദ്യം, നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെങ്കിൽ നദികൾ കണ്ടെത്തുക. നർമ്മദ, കാവേരി, പെരിയാർ, മഹാനദി. ഈ നദികളിൽ ഡെൽറ്റ രൂപീകരണം ഉള്ളത് ആർക്കാണെന്നാണ് ചോദ്യം. നമ്മൾ പൊതുവെ പഠിച്ചിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഡെൽറ്റ രൂപീകരണത്തിൽ കൂടുതൽ ഡെൽറ്റാസ് ഉണ്ടാക്കിക്കൊണ്ടൊഴുകുന്ന നദി എന്ന് പറയുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അല്ലെങ്കിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾക്ക് ഡെൽറ്റ രൂപീകരണം കൂടുതലാണ് താരതമ്യേനെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടെന്നറിയില്ല. അപ്പോൾ ഇവിടെ കിഴക്കോട്ടൊഴുകുന്ന നദികളെന്ന് പറയുമ്പോൾ അതിനകത്ത് നർമ്മദയും പെടും. പിന്നെ അല്ല, നർമ്മദയല്ലല്ലോ, നർമ്മദ പടിഞ്ഞാറോട്ടാണ്, പെരിയാറും പടിഞ്ഞാറോട്ടാണ്. നർമ്മദ പടിഞ്ഞാറോട്ടാണ്, പെരിയാർ പടിഞ്ഞാറോട്ടാണ്. കാവേരിയും മഹാനദിയും കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ബേ ഓഫ് ബംഗാളിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവന്മാർ രണ്ടുപേരും കൂടുതൽ ഡെൽറ്റ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരൊരുമിച്ച് വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. കാവേരിയും മഹാനദിയും. ഓപ്ഷൻ ഡി. ഉത്തരം കിട്ടിയ ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കി നിങ്ങൾ എഴുതാനായിട്ട് പരമാവധി ശ്രമിച്ചാൽ മതിയാവും കേട്ടോ. ദ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം may be divided on various bases. On the basis of discharge of water, it may be grouped into the Arabian Sea system and Bay of Bengal system. Ganga, Brahmaputra, the Mahanadi, Krishna, etc. is oriented towards Bay of Bengal with 23% of comprising of Indus, Narmada, Tapti and Mahi, blah blah blah. As compared to the western coastal plain, the eastern coastal plain is broader and is an example of emergent coast. There are well-developed deltas here. Kando. As compared to the western coast, the eastern coast is broader and is an example of an emergent coast. And there are well-developed deltas here formed by the rivers flowing eastward into the Bay of Bengal. This includes the deltas of Mahanadi, Godavari, Krishna, Kaveri. Kando, Mahanadi, Godavari, Krishna, Kaveri എന്നിവയുടെ ഡെൽറ്റ ഫോർമേഷൻസ് കാരണം അത് എമർജൻറ്റ് കോസ്റ്റായി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാ? കാവേരി. അതിനകത്തുള്ളതിൽ ആരൊക്കെ ഇവിടെയുണ്ട്? മഹാനദിയും കാവേരിയും കേട്ടോ. മഹാനദി ആൻഡ് കാവേരി, ഇത് രണ്ടും തൊട്ട് മുന്നത്തെ ഓപ്ഷനിൽ കിടപ്പുണ്ടല്ലോ. കാവേരിയും മഹാനദിയും. ഓക്കെ, റൈറ്റ്. നർമ്മദയും പെരിയാറും വല്ലതും ഉണ്ട് ഇതിനകത്ത്? ഇല്ല, നർമ്മദയും പെരിയാറും ഇതിനകത്തില്ല. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഉത്തരം ഇതിലേക്ക് വന്ന് ചേരുവാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ദ ഫോർമേഷൻ ഓഫ് ഓർഗാനിക്കൽ ഫോൾസ് ഓൺ ദി കാവേരി റിവർ ഈസ് പ്രൈമർലി ദ റിസൾട്ട് ഓഫ്, ഇത് നമ്മൾ കണ്ടതായിരുന്നു അല്ലേ. ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത്
അല്ലെങ്കിൽ പെനിൻസുലർ റിവേഴ്സ് പഠിച്ചു തുടങ്ങിയ സമയത്തും കണ്ടിരുന്നു അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട്. ഹെഡ് വാട്ടർ ഇറോഷൻ ബൈ എ ട്രിബ്യൂട്ടറി കട്ടിങ് അക്രോസ് ദ സോഫ്റ്റ് അലൂവിയൽ ഡെപ്പോസിറ്റ് അല്ല. ഹെഡ് വാട്ടറിലോ അലൂവിയൽ ഡെപ്പോസിറ്റോ ഒരിക്കലും അല്ല. അലൂവിയം വരണമെങ്കിൽ അത് താഴെ ആയിരിക്കണം, അല്ലേ, ലോവർ കോഴ്സസിലായിരിക്കണം. അതുകൊണ്ട് അത് വരത്തില്ല. 2, ദി കാവേരി റിവർ പ്ലഞ്ചിങ് ഓവർ എ ലാൻഡ്സ്കേപ്പ് ഓഫ് റെസിസ്റ്റൻ്റ് ഗ്രനൈറ്റ് റോക്സ് ഇൻ ദി ധർമ്മപുരി പ്ലാറ്റ്യൂ റീജിയൻ. യെസ്, ഇതാണ് ശരി ഉത്തരം. റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രനൈറ്റ് റോക്കുകളിൽ തട്ടി നദി ഒഴുകുന്നത് കാരണം ആണ് ഈ ഹൊഗനക്കൽ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്. ടെക്നോണിക് അപ്ലിഫ്റ്റ് ആണോ? അല്ല. കോസ്റ്റൽ ഇറോഷൻ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരിക്കലുമില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും വരത്തില്ല. ഉള്ളതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി തന്നെ ശരി ഉത്തരമായി കൺസിഡർ ചെയ്തേക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് എന്ന ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഏതാ നദി? ബ്രഹ്മഗിരി ഹിൽസ്, കാവേരി. ഏതാ നദി? ബ്രഹ്മഗിരി ഹിൽസ് ആണ് ചോദ്യമെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് കാവേരി നദിയാണ്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ. ശരിയായ ജോഡി കണ്ടെത്തുക. പോങ് ഡാം, മെട്ടൂർ ഡാം, തെഹ്രി ഡാം, ജവഹർ സാഗർ ഡാം. പോങ് ഡാം ബിയാസിലാണ്. ഒന്ന് അപ്പം എന്തായാലും തെറ്റി. ഒന്ന് വരത്തില്ലല്ലോ ഉത്തരത്തിൽ. ഒന്ന് വരത്തില്ല എന്ന് പറയുമ്പോൾ ഇതും പോയി. തെഹ്രി അണക്കെട്ട് ഭഗീരഥയിലാണ്. അപ്പോൾ 3 ശരിയാണ്. 4 എന്തായാലും തെറ്റിയല്ലോ, കാരണം ജവഹർ സാഗർ ഡാം ബിയാസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം 4 എന്തായാലും തെറ്റി. അപ്പോൾ ഇതും പോയി. ഉത്തരം ഓപ്ഷൻ ബി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരെണ്ണം അറിയാവുള്ളൂ എന്ന് കരുതിക്കോ. ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം. ലെറ്റ് മീ ക്ലിയർ ദാറ്റ് ഫസ്റ്റ്. ഇപ്പം എനിക്ക് ഒന്നേ അറിയാം, എനിക്ക് പോങ് ഡാമിൻ്റെ കാര്യം മാത്രം അറിയാം. പോങ് ഡാം ബിയാസിലാണ്. അപ്പം പോങ് ഡാം ബിയാസിലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജവഹർ സാഗർ ഡാം അല്ല അവിടെ വരിക. അപ്പോൾ അത് പോയി. ബിയാസ് ചമ്പലം എന്നുള്ളത് പോയി. പിന്നെ ഉള്ളത് അതായത് 1 പോയി 4 പോയി. 1 പോയി 4 പോയി. 4 പോയി 1 പോയി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. കണ്ടോ, 1 4 തെറ്റാന്ന് ഉറപ്പായില്ല. അപ്പോൾ 1 4 ഉള്ളതൊന്നും ഓപ്ഷനിൽ വരത്തില്ല. ഇതിനകത്ത് 1 4 ഉണ്ട്, ഇതിനകത്താണെങ്കിൽ 4 മാത്രമുണ്ട്, ഇതിനകത്താണെങ്കിൽ 1 ഉണ്ട്. അപ്പോൾ അതെല്ലാം തെറ്റാ. മനസ്സിലായില്ലേ? അങ്ങനെ എനിക്ക് ഓപ്ഷൻ 2 and 3 വരാം. മേട്ടൂർ ഡാം കാവേരി, തെഹ്രി ഡാം ഭഗീരഥി. അത് കറക്റ്റാണ്. തെഹ്രി ഡാം ഭഗീരഥിയിലാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. തെഹ്രി ഡാം ഭഗീരഥിയിലാണെന്ന് പഠിച്ചു. അപ്പോൾ 3 എന്തായാലും ശരിയാണെന്ന് നമുക്കറിയാം. റൈറ്റ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. മേട്ടൂർ ഡാമിൽ നിങ്ങൾക്ക് ഇവിടെ കാവേരി കണ്ടോ, മേട്ടൂർ ഡാം കാവേരിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാണാം. തെഹ്രി ഭാഗീരഥി ഇതാണ്, ഭാഗീരഥിയിൽ സ്ഥിതി ചെയ്യുന്നത് കാണാം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഭക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി. തെഹ്രി ഞാൻ പറഞ്ഞു ഇതല്ല, ഭഗീരഥി തെറ്റി. സർദാർ സരോവർ നർമ്മദ. യെസ്, ഇത് നമ്മൾ ആദ്യം കണ്ട ചോദ്യമാണ്. ഓപ്ഷൻ സി. യെസ്, ഇതും നമ്മൾ ഓൾറെഡി കണ്ട ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്ന ചോദ്യം. 1, നർമ്മദ നദി ഉദ്ഭവിക്കുന്ന ഛത്തീസ്ഗഡിലെ മൈക്കില മലനിരകളിൽ നിന്നാണ്. ഇതും നമ്മൾ കണ്ട ചോദ്യമാണ്, അല്ലേ? യെസ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ശബരി, അല്ല ഗോദാവരിയുടേതാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് തെറ്റിയെന്നും 1ഉം 3ഉം ശരിയാണെന്നും നമ്മൾ പറഞ്ഞ തരത്തിലുള്ളൊരു ചോദ്യം ഓൾറെഡി കണ്ടൊരു ചോദ്യത്തിന് സമാനമായ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. വിച്ച് ആർ ദി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ? നർമ്മദയില്ല, താപ്പിയില്ല. ഇതും നമ്മൾ കണ്ടു. ഓൺലി 1 and 3. വേറെയും ചോദ്യങ്ങളായിട്ട് ആവർത്തിക്കപ്പെട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. കൺസിഡർ ദി ഫോളോയിങ് റിവേഴ്സ്. ശരാവതി, താപ്പി, നർമ്മദ, വൈഗ. സെലക്ട് ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോസ് ഇൻ എ റിഫ്റ്റ് വാലി. ഇതിൽ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതൊക്കെയാണ്? റിഫ്റ്റ് വാലി എന്ന് പറയുമ്പോൾ ഗിരികന്ധര താഴ്വര. ആരൊക്കെയാണ്? നർമ്മദയും താപ്പിയും. ദാറ്റ് മീൻസ് 2 and 3. 2 and 3 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ബാക്കിയുള്ളതെല്ലാം പോയി. പിടിയോ? ശരാവതിയും വൈകിയൊന്നുമില്ല. നർമ്മദയും താപ്തിയുമാണ് ഗിരികന്ധര താഴ്വരകളിലൂടെ ഒഴുകുന്ന നദികൾ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. Very, very true. The Tapi rises in the Satpura ranges and in the Bitul district of Madhya Pradesh, and it flows in a rift valley parallel to Narmada, but is much shorter in length. The Narmada originates in the western flank of Amarkandak Plateau at a height of about 1057 meters, flowing in a rift valley. കണ്ടോ, രണ്ടിലും റിഫ്റ്റ് വാലിയുടെ പരാമർശം എടുത്ത് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, നർമ്മദയ്ക്കും താപ്തിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. ചെനാബ്, ചമ്പൽ, ബ്രഹ്മപുത്ര, നർമ്മദ എന്നീ നദികൾ
ലിസ്റ്റ് 2-ൽ സാങ്പോ, ദുവാന്തർ ഫോള്, ബാരലച്ചല പാസ്, ബഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്നൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കൃത്യമായിട്ട് വരുന്നത്? നമുക്കറിയാവുന്നൊരു കാര്യം സാങ്പോ ബ്രഹ്മപുത്രയാണ്. അപ്പോൾ 1C കണക്ട് ചെയ്യണം, സീനെ ഒന്നുമായിട്ട് കണക്ട് ചെയ്യണം. സീനെ ഒന്നുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ സിയും പോയി, ഓപ്ഷൻ ഡിയും പോയി, അല്ലേ? സി ഒന്ന് വരുന്നത്. പിന്നെ എനിക്കറിയാവുന്നത് ചെനാബ് നദിയിലാണ് ബാരലച്ച ചുരം എന്ന് എനിക്കറിയാം. ചെനാബ് നദി, ബാരലച്ചല ചുരം. അപ്പോൾ എ എന്ന് പറയുന്നത് 3-ആയിട്ട് കണക്ട് ചെയ്യണം. എ 3-ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ എയും പോയി. കണ്ടോ? അപ്പോൾ എനിക്കൊരു ടേബിൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ എനിക്ക് ഒന്നുകിൽ ഒരു ഉത്തരം അറിയാമെങ്കിൽ തന്നെ എനിക്ക് ചിലപ്പോൾ ചിലതിന് ലോജിക്കലി എനിക്ക് ആൻസർ കണ്ടെത്താൻ പറ്റിയേക്കും, ചിലതിന് ഇതുപോലെ 2 എണ്ണമെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയേക്കും. അതുകൊണ്ട് എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഓവറോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പകുതിയെങ്കിലും ഒക്കെ നിങ്ങളുടെ സിലബസ് കവറേജ് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. യെസ്, കണ്ടോ? നർമ്മദയുടെ കാര്യമുണ്ട്, ദുവാന്തർ ഫോൾസ് ജബൽപൂരിലാണെന്നുള്ളതുണ്ട്, ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിയിൽ ചമ്പൽ പോകുന്നുണ്ടെന്നുള്ളതുണ്ട്, ചെനാബ് ബരലച്ച പാസ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബ്രഹ്മപുത്രയെ സാങ്പോ എന്ന് വിളിക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ക്ലിയർ? വേണമെങ്കിലൊന്ന് നോക്കി വെക്കാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കാണാമോ? കാണാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇന്ത്യൻ റിവേഴ്സ് ഇസ് നോട്ട് ട്രൂ? ചെനാബ് ഈസ് ദി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. ശരിയാണ്. ഗോദാവരി ഈസ് ദി ലാർജസ്റ്റ് പെൻസുലാർ റിവർ ഇൻ ഇന്ത്യ. ശരിയാണ്. കൃഷ്ണ റിവർ, ബ്രഹ്മഗിരി അല്ല, നമ്മൾ മൈക്കല റേഞ്ചസ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. സർദാർ സരോവർ ശരിയാണ്. അപ്പോൾ ഇത് സി ആണ് ഇതിനകത്ത് തെറ്റ്. അത് നമ്മൾ കണ്ട ചോദ്യമാണ് അല്ലേ, നേരത്തെ കണ്ടു. ആബ്സല്യൂട്ട്ലി, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. PYQs റിഗാർഡിംഗ് ദി പെനിൻസുലാർ റിവേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഉപദ്വീപീയ നദികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിലെ PYQs PSC ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പോയത്. നമ്മൾ MCQസിൽ കണ്ട പോലുള്ള വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങളിവിടെ കണ്ടില്ല എന്ന് കരുതി അത്തരം ചോദ്യങ്ങൾ ചോദിക്കില്ല എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഓരോ ദിവസം കഴിയും തോറും വരുന്ന എക്സാമിനേഷൻസ് കൂടുതൽ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അത് നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. വളരെയധികം സമർത്ഥരായിട്ട് പഠിക്കുന്ന കുട്ടികൾ കോമ്പറ്റീഷനിൽ ഇൻക്ലൂഡ് ആവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കടുപ്പിച്ചേ മതിയാവൂ എന്ന് PSCക്ക് അറിയാം. അതുകൊണ്ട് നിവൃത്തിയില്ലാണ്ട് PSC കൂടുതൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് തരും, ബിക്കോസ് ഓഫ് ദി കോമ്പറ്റീഷൻ വി ആർ ഫേസിങ് ടുഡേ. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ പരീക്ഷകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ എന്നിരുന്നാലും നമ്മൾ ഈ PYQസിൽ കണ്ട ചോദ്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണയായി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും. അണക്കെട്ടുകളും നദികളും ലൊക്കേഷൻസ് സംസ്ഥാനങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ പോഷക നദികളും ഒക്കെ എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ബീയിങ് സെഡ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു PYQ ഡിസ്കഷൻ സെഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വരാനിരിക്കുന്ന ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ കണ്ടൻറ്റും പുതിയൊരു ഇൻഫർമേഷനുമായി അറിവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.